ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുനിയാവിലും ആഖിറത്തിലും സ്വസ്ഥതയോടെ സമാധാനത്തോടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കുന്നവർ അല്ലാഹുവിന്റെ തൗഹീദ്, ആ തൗഹീദിന്റെ വഴിയിലൂടെ ജീവിക്കുന്നവർ മാത്രമായിരിക്കും. നാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇവിടെ വിവരിച്ച പാഠം തൗഹീദിന്റെ പാത അനന്ത വിസ്തൃതമാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മോട് അല്ലാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ പ്രാർത്ഥന സിറാത്തും മുസ്തഖീം, നേരായ അല്ലാഹുവിലേക്കുള്ള വഴി. ആ വഴിയിൽ നാം പ്രവേശിക്കുമ്പോൾ ആ വഴിയുടെ തുടക്കത്തിൽ തന്നെ പൊട്ടിപ്പോകാതിരിക്കാൻ, വഴിയിലേക്ക് കേറുമ്പോൾ തന്നെ വഴി തെറ്റിപ്പോകാതിരിക്കാനുള്ള പ്രാഥമികമായ ഒരു അറിവ്, അതാണ് തൗഹീദിന്റെ 1-ാം ക്ലാസ്സിലെ പഠനവും വിജയവും എന്ന് നാം നേരത്തെ പറഞ്ഞത്. ഈ തുടക്കത്തിൽ തന്നെ തെറ്റിപ്പോകാതിരിക്കാനുള്ള മുൻകരുതൽ, അഥവാ ഇഖ്ലാസ്, ആത്മാർത്ഥത, നിഷ്കളങ്കത, ലക്ഷ്യം ക്ലിയർ ആവുക. മാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് തന്നെ ലക്ഷ്യം കുറ്റമറ്റതാക്കുക, നിയ്യത്ത് ക്ലിയർ ആക്കുക. അതാണ് ഇഖ്ലാസ്. ആ ഇഖ്ലാസ് ക്ലിയർ ആകണമെന്നാണ് നാം കഴിഞ്ഞ ആഴ്ചയും അതിന്റെ മുമ്പുള്ള ഏതാനും ആഴ്ചകളിലും ഇവിടെ പറഞ്ഞത്. ഇഖ്ലാസ് റെഡിയല്ലേ? അല്ലാഹു അല്ലാത്ത ലക്ഷ്യമാണോ മുന്നിൽ മനസ്സിൽ? എങ്കിൽ ഇസ്ലാമോ ഈമാനോ നമ്മുടെ പുണ്യകർമ്മങ്ങളോ സൽക്കർമ്മങ്ങളോ ഒന്നും തന്നെ യോഗ്യമല്ല, ഒന്നും തന്നെ ഫലവത്തല്ല. നമ്മിലെ ഇസ്ലാം ഫലം കാണൂല, നമ്മുടെ വിശ്വാസം ഫലവത്താകൂല. നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്കൊന്നിനും തന്നെ അല്ലാഹുവിങ്കൽ മാർക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇഖ്ലാസ് വളരെ പ്രധാനമുള്ള കാര്യമാത്ര പ്രസക്തമായ ഒരു സബ്ജക്റ്റാണ്. തൗഹീദിന്റെ ശാഖയിലെ തൗഹീദിന്റെ പാർട്ടായ ഇഖ്ലാസ്, നിഷ്കളങ്കമായ ലക്ഷ്യം, അല്ലാഹ് എന്ന നിയ്യത്ത്, അവന്റെ പൊരുത്തം എന്ന നിയ്യത്ത്, അവന്റെ ഖുർബത്ത്, അവന്റെ സാമീപ്യം എന്ന നിയ്യത്ത്. അതിൽ പുഴുക്കുത്ത് പാടില്ല, അതിൽ കറ പാടില്ല, അതിൽ ചെളി പുരണ്ടു പോകാൻ പാടില്ല. ഇതാണ് ഇഖ്ലാസ്. പക്ഷേ ഇഖ്ലാസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത്രയും ആഴ്ച എന്റെ വിവരണം നന്നായി ശ്രദ്ധിച്ച പ്രിയമുള്ള വിശ്വാസികൾക്ക് അത് തോന്നിയിട്ടുണ്ടാകും. തോന്നിയ പലരും ഞാനുമായി പങ്കുവെക്കുകയും ചെയ്തു. എങ്ങനെ ഉസ്താദേ ഈ ഒരു നിലവാരത്തിലേക്ക് വളരാൻ സാധ്യമാവുക? അതൊരു ചോദ്യമാണ്, അതൊരു നല്ല ചിന്തയാണ്. പെട്ടെന്ന് ഒരാൾക്കും ഇഖ്ലാസ് ആർജിക്കാൻ സാധ്യമല്ല. തഖ്ലീസുൻ നിയ്യതി ഫിൽ അഅമാലി അലൽ ഉമ്മാൽ അശദ്ദു അലൈഹിം മിൻ ജമീഇൽ അഅമാൽ. ദീൻ പറഞ്ഞു തരുന്നു നമുക്ക്. തഖ്ലീസുൻ നിയ്യതി, നമ്മുടെ നിയ്യത്തിനെ കുറ്റമറ്റതാക്കൽ, നമ്മുടെ നിയ്യത്തിനെ നിഷ്കളങ്കമാക്കൽ, നമ്മുടെ നിയ്യത്തിനെ ക്ലിയറാക്കുക എന്നത് ഫിൽ ഇബാദത്തി, നമ്മുടെ പുണ്യകർമ്മങ്ങളിലുള്ള നിയ്യത്ത് നന്നാക്കി തീർക്കുക എന്നത് അലൽ ഉമ്മാലി, അമല് ചെയ്യുന്ന ആളുകളുടെ മേലിൽ നിയ്യത്തൊന്ന് നന്നായി കിട്ടുക എന്നത് അശദ്ദു അലൈഹിം, അവരുടെ മേലിൽ കുറച്ച് പ്രയാസമുണ്ട്, നമ്മുടെ മേലിൽ കുറച്ച് പ്രയാസമുണ്ട്. മിൻ ജമീഇൽ അഅമാൽ, എല്ലാ കർമ്മങ്ങളെക്കാളും പ്രയാസം നിയ്യത്തിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നതിനാണ്. അമലുകൾക്ക് പ്രയാസമില്ല, നിസ്കരിക്കാൻ ബുദ്ധിമുട്ടില്ല, ആ നിസ്കാരത്തിൽ ഇഖ്ലാസ് ഉണ്ടാകാൻ പ്രയാസം കുറച്ചുണ്ട്. നോമ്പ് പിടിക്കുക എന്നത് വലിയ പ്രയാസമൊന്നുമല്ല, ആ നോമ്പിൽ ഇഖ്ലാസ് ഉണ്ടാക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
ദാനം നൽകുക എന്നത്, ഒരു ഓളത്തിലങ്ങ് ദാനം നൽകുക എന്നത് ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാരും കൊടുത്തപ്പോ ഞാനും കൊടുത്തുപോയി. പക്ഷേ ആ സ്വദഖയിൽ ഇഖ്ലാസ് സ്ഥാപിക്കുക എന്നത് അശദ്ദു അലൈഹിം, ധർമ്മിഷ്ഠന്മാരുടെ മേലിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നത് കയ്യിൽ പണമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമില്ല. പക്ഷേ അതിനകത്ത് ഇഖ്ലാസ് സ്ഥാപിക്കുക, അതിലെ ലക്ഷ്യം അല്ലാഹുവിലേക്ക് തിരിച്ചു വെക്കുക എന്നത് കുറച്ച് പ്രയാസമാണ്. അമലുകൾക്കൊന്നും ബുദ്ധിമുട്ടില്ല, അതൊക്കെ നടക്കും, അതൊന്നും വലിയ പ്രയാസമല്ല. അതിനകത്ത് അതിനെ നിഷ്കളങ്കമാക്കുക എന്നത് അശദ്ദു അലൈഹിം, കുറച്ച് പ്രയാസമുണ്ട്. ഇഖ്ലാസു സാഅത്തിൻ, ഒരു ദിവസത്തെ 1 മണിക്കൂർ ഇഖ്ലാസ്. 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂറിന്റെ വിവിധ യാമങ്ങളിൽ നാം 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുന്നുണ്ട്, പലവിധ ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, പലവിധ സൽക്കർമ്മങ്ങളിൽ നാം ബന്ധപ്പെടുന്നുണ്ട്. അതിനിടയ്ക്ക് ഇഖ്ലാസു സാഅത്തിൻ, 1 മണിക്കൂറെങ്കിലും നിഷ്കളങ്കമായി ജീവിക്കുക എന്നത്, കുറ്റമറ്റ വിധത്തിൽ തന്റെ ലക്ഷ്യം ക്ലിയറാക്കി വെക്കുക എന്നത്, അത് നജാത്തുൽ അബദി, എന്നെന്നും വിജയിക്കാൻ ഒരു പക്ഷെ അത് മതി, വിജയിച്ചു കിട്ടാൻ അത് മതി. 1 മണിക്കൂർ അള്ളാഹുവിലേക്ക് തിരിച്ചു വെച്ചിട്ട് ഭൗതികതയുടെ പിടുത്തത്തിൽ നിന്ന്, ഈ ദുന്യാവിൻ്റെതായ കാര്യലാഭങ്ങളിൽ നിന്ന്, ദുന്യാവിന്റെ മാർക്കും പേരും പെരുമയിൽ നിന്ന് മാറിയിട്ട് 1 മണിക്കൂർ അള്ളാഹുവിനെ ഇഖ്ലാസിൽ അധിഷ്ഠിതമാക്കിയാൽ അത് നജാത്തുൽ അബദ്, കാലാകാലം രക്ഷപ്പെടാൻ അത് കാരണമാകും. വലാകിനിൽ ഇഖ്ലാസു അസീസുൻ, പറഞ്ഞിട്ട് എന്താ കാര്യം? 1 മണിക്കൂർ പോലും ഇഖ്ലാസിൽ അധിഷ്ഠിതമായി നിലകൊള്ളുന്നവർ വളരെ വളരെ വിരളമാണെന്ന് ദീനുൽ ഇസ്ലാം. വിരളാണെങ്കിൽ ഇപ്പൊ ഞങ്ങള് ആ കൂട്ടത്തിൽ പെടൂലല്ലോ. മൗലവി എന്നെ പറയാണ് വളരെ കുറവാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ. അള്ളാന്റെ ആൾക്കാര് ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷാണ്, സാധാ ന്യൂനപക്ഷമല്ല. വേൾഡ് അടിസ്ഥാനത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 2ാം സ്ഥാനമുണ്ട് ജനസംഖ്യയിൽ. ഇതൊക്കെപ്പാട് അള്ളാന്റെ വാർത്തയാണെന്നോ, ഇതൊക്കെപ്പാട് സ്വർഗത്തിന്റെ വക്താക്കളാണെന്നോ പറയാനൊക്കുവോ? ഇല്ല. ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷം, അതിൽ നിന്നും കടഞ്ഞെടുത്തവർ. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, തൗഹീദിന്റെ വഴിയിലൂടെ നന്ദി കാണിച്ചുകൊണ്ട് നടന്നു വരുന്ന നന്ദിയുള്ള എന്റെ അടിമകൾ വളരെ 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 ചുരുക്കം. ആ പ്രയോഗം തന്നെ അങ്ങനെ. നന്ദിയുള്ള അടിമകൾ കുറച്ചുള്ളൂ എന്നല്ല പറയുന്നത്, ആ പ്രയോഗത്തിലുണ്ട്. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ഇതിൽ മെമ്പർഷിപ്പ് കിട്ടാനാണ് നമ്മളിപ്പോ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരു മെമ്പർ ആകുമോ എന്നത് അന്വേഷിച്ചു കൊണ്ടുള്ള അന്വേഷണത്തിന്റെ യാത്രയിലാണ് നമ്മൾ ഉള്ളത്. അതിന് മെമ്പർഷിപ്പ് കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, ദുനിയാവ് സലാമത്തായി, ആഖിറവും സലാമത്തായി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൽ മുഖലിസ്വീങ്ങൾ മെമ്പർമാര് വളരെ വളരെ കുറവാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ ആരും റിവേഴ്സ് അടിക്കണ്ട, പിന്തിരിഞ്ഞു പോകണ്ട. എന്തുകൊണ്ട്? നിങ്ങളിപ്പോ ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ വന്നു, ഇനി ജുമാ നിസ്കരിക്കും, ഇപ്പൊ നിങ്ങൾ ദീനിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എപ്പോഴാണ് സ്വീകാര്യാകുന്നത്? ഇതെപ്പോഴാണ് ഫലവത്താകുന്നത്? മുറാദുല്ലാഹി മിൻ അമലിൽ ഖലായിഖി അൽ ഇഖ്ലാസു ഫഖത്ത്. ദീന് പഠിപ്പിക്കുന്നു മുറാദുല്ലാഹി, അല്ലാഹുവിന്റെ ലക്ഷ്യം, അല്ലാഹുവിന്റെ ആവശ്യം, മിൻ അമലിൽ ഖലായിഖി, അവന്റെ അടിമകളുടെ കർമ്മങ്ങളിൽ നിന്നും അല്ലാഹുവിന് ആവശ്യം എന്താണ്? വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന് ബാക്ക് സീറ്റ് കുറച്ചു നേരം പൊക്കി പിടിച്ച് സുജൂദിൽ കിടക്കുന്നതാ? അതുകൊണ്ട് അള്ളാഹ്ക്ക് എന്ത് കിട്ടാനാ? അള്ളാഹ്ക്ക് എന്ത് കാര്യം അതുകൊണ്ട്? അല്ലെങ്കിൽ നമ്മൾ അണിയൊപ്പിച്ച് നിന്നിങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഓതിയത് കൊണ്ട് അള്ളാഹുവിന് എന്ത് കാര്യം, എന്ത് ലാഭം? എന്താ അള്ളാഹ്ക്ക് അതുകൊണ്ട് കിട്ടാനുള്ളത്? നാം നോമ്പ് പിടിച്ചു, പട്ടിണി കിടന്നു, അള്ളാഹ്ക്ക് എന്താ കാര്യം?
നാം പാവങ്ങളെ സഹായിച്ചു. ആ പാവങ്ങളെ, ദരിദ്രന്മാരെ, പരമദരിദ്രന്മാരെ സഹായിക്കാൻ എന്തേ അള്ളാഹ്ക്ക് പറ്റൂലേ? നമ്മുടെ 500 രൂപ കൈപ്പറ്റി അവന്റെ അത്താഴപ്പട്ടിണി മാറ്റേണ്ട ഗതികേട് പാവപ്പെട്ടവനുണ്ടോ? അള്ളാഹ്ക്ക് പറ്റൂലേ? അവന്റെ അടിമകളിലെ ദരിദ്രരെ രക്ഷപ്പെടുത്താൻ പറ്റൂലേ? നമ്മളൊരു പാവപ്പെട്ടവനൊരു 500 1000 അല്ലെങ്കിൽ ഒരു വീടോ വെച്ച് കൊടുത്തത് കൊണ്ട് അള്ളാഹ്ക്ക് എന്താ അതില് കാര്യം? എന്ത് കാര്യമുണ്ട്? മുറാദുല്ലാഹി മിൻ അമലിൽ ഖലായിഖി, അടിമകളുടെ പടപ്പുകളുടെ കർമ്മങ്ങളിൽ അള്ളാഹുവിന്റെ ലക്ഷ്യമെന്നത് പാവങ്ങൾക്ക് കുറച്ച് സഹായം കിട്ടിക്കോട്ടെ എന്നതല്ല. നമ്മുടെ കുറച്ച് അധ്വാനമങ്ങ് പാഴാകട്ടെ, അല്ലെങ്കിൽ അധ്വാനമങ്ങ് പ്രകടമാകട്ടെ എന്നല്ല. പടപ്പുകളുടെ കർമ്മത്തിൽ അള്ളാഹുവിന്റെ മുറാദ്, അള്ളാഹുവിന്റെ ലക്ഷ്യം അൽ ഇഖ്ലാസു ഫഖത്ത്, നിഷ്കളങ്കത മാത്രമാണ്. ഇന്ന് നിങ്ങൾ പള്ളിയിൽ വന്നു, അള്ളാന്റെ ആവശ്യം ഇതിലെ ഇഖ്ലാസ് മാത്രമാണ്, വേറൊന്നുമില്ല. നിങ്ങൾ ഇവിടെ ഖുർആൻ ഓതിയോ, അള്ളാഹുവിന്റെ ആവശ്യം അതിൽ ഇഖ്ലാസ് മാത്രമാണ്. ഇന്ന് നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചോ, അള്ളാഹുവിന്റെ ലക്ഷ്യം അതിൽ അവനോടുള്ള ബന്ധവും നിസ്വാർത്ഥതയും നിഷ്കാമകർമ്മവും മാത്രമാണ്. ഫഖത്ത്, അതിനപ്പുറത്ത് ഒരു ലക്ഷ്യം അള്ളാഹ്ക്കില്ല. അതാണ് അള്ളാന്റെ ലക്ഷ്യം, അതാണ് അള്ളാന്റെ ആഗ്രഹം, അള്ളാന്റെ പൊരുത്തം അതാ, അള്ളാന്റെ ഇഷ്ടം അതാ. ഒരു ഖുദുസിയായ ഹദീസിൽ ഇങ്ങനെ കാണാം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മക്കളെ, യഖൂലുല്ലാഹു തആല, നിങ്ങളുടെ നാഥനായ തമ്പുരാൻ പറയുന്നുണ്ട്. ആ മെസ്സേജ് നിങ്ങൾ കേട്ടോളൂ. എന്താ തമ്പുരാൻ പറയുന്നത്? അൽ ഇഖ്ലാസു സിർറും മിൻ സിർരി, നിഷ്കളങ്കത എന്നത്, ആത്മാർത്ഥത എന്നത്, കുറ്റമറ്റ ലക്ഷ്യമെന്നത്, അള്ളാഹുവിന്റെ പൊരുത്തം എന്ന ചിന്ത, അത് സിർറും മിൻ സിർരി, എന്റെ രഹസ്യ സമ്പത്തിൽ നിന്നുള്ള ഒരു രഹസ്യ സമ്പത്താണ്. അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊക്കെ എല്ലാരും കാണുന്ന കുറച്ച് സ്വത്തൊക്കെ ഉണ്ട്, കാറ്, വീട്, കട, അല്ലേ, കച്ചവടം, ഇതൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന സ്വത്താ. ഇതൊന്നും കാണാൻ പറ്റാത്ത രഹസ്യ സ്വത്ത് ഉണ്ടാവും. അത് കോയിനാക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും ചിലപ്പോ. മോളെ കല്യാണത്തിന് കരുതിയിട്ടായിരിക്കും. എന്തായാലും അതെവിടെ വെക്കുക? 4 ആള് കാണുന്ന വിധത്തിലല്ല അത് കൈകാര്യം ചെയ്യാം. രഹസ്യ സ്വത്ത് അല്ലേ, അത് വളരെ സൂക്ഷ്മതയോടെ സ്വകാര്യമാക്കിയിട്ടേ വെക്കുള്ളൂ രഹസ്യ സ്വത്ത്. അള്ളാഹ് പറയുന്നു, അൽ ഇഖ്ലാസു, ഇഖ്ലാസ് എന്ന പ്രതിഭാസം, ഇഖ്ലാസ് എന്ന സൽഗുണം, സിർറും മിൻ സിർരി, എന്റെ സ്വകാര്യ സ്വത്തിൽപ്പെട്ട ഒരു സ്വകാര്യ സ്വത്താ. അതുകൊണ്ട് തന്നെ ഇസ്തൗദഅതുഹു, അതിനെ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത്, ആ ഇഖ്ലാസിനെ ഞാൻ കരുതി വെക്കുന്നത്, ഖൽബ മൻ അഹ്ബബ്തു മിൻ ഇബാദി, ഉപ്പ് ചാക്ക് വെക്കുന്ന കടത്തിണ്ണയിലല്ല, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഡിസ്പ്ലേയിലല്ല. ആ ഇഖ്ലാസ് എന്ന് പറയുന്ന എന്റെ രഹസ്യ സ്വത്ത്, ധനം, ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത് ഖൽബ മൻ അഹ്ബബ്തു മിൻ ഇബാദി, ഞാൻ പൊരുത്തപ്പെട്ട, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളുടെ ഹൃദയത്തിന്റെ അറയിലാണ് ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇഖ്ലാസ് എവിടെ ഉണ്ടാവുക? എവിടെ ഉണ്ടാവുക? അള്ളാഹു പൊരുത്തപ്പെട്ട്, അള്ളാഹു സ്നേഹിക്കുന്ന, അവന്റെ സ്നേഹം സമ്പാദിച്ച സൽഗുണ സമ്പന്നന്മാരായ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന്റെ ഇൻബോക്സിലാണ് അള്ളാഹു ഇഖ്ലാസിനെ സൂക്ഷിച്ചു വെക്കുക. അവർക്കത് കിട്ടുള്ളൂ. അള്ളാഹുവേ, അക്കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തേണമേ റബ്ബേ. ഇതില്ലാതെ രക്ഷയില്ല. ഇത് ജീവവായുവാണ്. ഒരു മനുഷ്യന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ വായുവും വെള്ളവും ഏത് സ്ഥാനത്താണോ ഉള്ളത്, ആ സ്ഥാനത്താണ് കർമ്മങ്ങളുടെ നിലനിൽപ്പിന് ഇഖ്ലാസിന്റെ സ്ഥാനം. മനസ്സിലായില്ല? ഞാനും നിങ്ങളിവിടെ ജീവിക്കണമെങ്കിൽ വായു വേണം, വെള്ളം വേണം, ഇല്ലെങ്കിൽ അടഞ്ഞു. ജീവജാലങ്ങൾ നിലനിൽക്കില്ല. ഇതര ഗോളങ്ങളിലൊക്കെ റിസർച്ച് നടക്കുന്നുണ്ടല്ലോ, ചൊവ്വയില്, ചന്ദ്രനില്, ബുധനില്, അല്ലേ? വാന നിരീക്ഷകന്മാർ അവിടെയൊക്കെ നിരീക്ഷിക്കുന്ന എന്താ? അവിടെ വായു ക്ലിയർ ആണോ, ഓക്സിജൻ കിട്ടുമോ, അവിടെ വെള്ളം കിട്ടുമോ എന്നാണ് ആദ്യത്തെ പഠനം. എങ്കിലേ ജീവന്റെ സാന്നിധ്യം അവിടെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ.
ജീവൻ നിലനിൽക്കാൻ വെള്ളവും വായുവും ഏത് വിധത്തിലാണോ ഇതുപോലെയാണ് കർമ്മങ്ങളിൽ ഇഖ്ലാസിന്റെ നിലവാരം. മഹാന്മാരത് പറഞ്ഞിട്ടുണ്ട്. അൽ ഇൽമു ബദറുൻ വൽ അമലു സർഉൻ വമാഉഹുൽ ഇഖ്ലാസ്. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ പറഞ്ഞതാ. അൽ ഇൽമു ബദറുൻ, വിജ്ഞാനമാണ് വിത്ത്. വിത്തില്ലെങ്കിൽ കൃഷി ഉണ്ടാവുമോ? അതാണല്ലോ അടിസ്ഥാന ധാതു. അൽ ഇൽമു ബദറുൻ, അറിവാണ് വിത്ത്. വൽ അമലു സർഉൻ, കർമ്മം കൃഷിയാണ്. കർമ്മം കൃഷിയാണ്. നിസ്കാരം കൃഷിക്കുള്ള അധ്വാനാണ്. വമാഉഹു അൽ ഇഖ്ലാസ്, ഈ ആത്മീയ കൃഷിയുടെ വെള്ളമാണ് ഇഖ്ലാസ്. വെള്ളമില്ലെങ്കിൽ കൃഷിക്ക് നിലനിൽപ്പില്ല. ഇതന്നെ മഹാന്മാര് പറഞ്ഞത്. നമുക്ക് ഈ തൗഹീദിന്റെ 1-ാം ക്ലാസ് ഒന്ന് കേറിപ്പോണ്ടേ? ഇഖ്ലാസ് ഇല്ലാതെ പറ്റൂല. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള് അവിടുത്തെ അദിക്കിയയിൽ പറയുന്നുണ്ട്, തസവൂഫിന്റെ ബാലപാഠം പഠിപ്പിക്കുന്ന ആത്മസംസ്കരണ ശാസ്ത്രത്തിലെ ഒരു ചെറിയ കൃതിയാണ്, ഒരു കവിതാ സമാഹാരമാണ് അദിക്കിയ എന്ന കിതാബ്. ഞാനൊക്കെ മദ്രസയിൽ പഠിച്ച കാലത്ത് 6-ാം ക്ലാസ്സിൽ സിലബസിൽ അത് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അത് മാറ്റി, എന്തോ അറിയില്ല. നല്ല കിതാബാണ്. അതിനകത്ത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള്, ഈ കൈരളിയുടെ ആത്മീയ നേതാവ്, ആത്മീയ പിതാവ് പറഞ്ഞു തരുന്നുണ്ട്, മക്കളെ നിങ്ങൾക്ക് ഈമാനില് ഈമാൻ ക്ലാസ്സിൽ 1-ാം ക്ലാസ്സിലാണ് പാസ്സാകണമെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടോളൂ. ഈമാനു മർഇൻ ലാ യകൂനു തകാമുലാ ഹത്താ യറാനാ സംബി ഇബ്ലിം മുസ്തിലാ فيكون مدحوهم وذموهم سواء لم يخش لومة لائم في ذي العلا لا تطلبا عند المهيمن منزلا إن كنت تطلب عند ناس منزلا. 3 വരി അതിലെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഈമാനു മർഇൻ, ഒരു വ്യക്തിയുടെ ഈമാൻ ലാ യകൂനു തകാമുല, അത് പൂർത്തിയായി പാസ്സാവൂല, അതില് പാസ് മാർക്ക് കിട്ടൂല. ഏതുവരെ? ഒരാളിലെ ഈമാൻ പാസ്സാവുകയില്ല. എത്രത്തോളം? ഏതുവരെ? ഹത്താ യറാനാ സംബി ഇബ്ലിം മുസ്തില, മറ്റു ജനങ്ങളെ ഒട്ടകത്തിനോട് തുലനം ചെയ്യാതെ, ഒട്ടകത്തിന്റെ റേഞ്ചിൽ മറ്റുള്ളവരെ പരിഗണിക്കാതെ. ഇതൊരു ഹദീസിൽ നിന്ന് ഇഖ്തിബാസാണ്. ഹദീസിലുണ്ട്, നിങ്ങളുടെ പുണ്യകർമ്മങ്ങളിൽ ജനസവിധത്തിൽ സാന്നിധ്യത്തിലാണ് നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ജനതയെ നിങ്ങൾ ഒട്ടകത്തിന്റെ സ്ഥാനത്തെ പരിഗണിക്കാവൂ. ഹദീസിലുണ്ട്. അത് അന്ന് സ്വഹാബത്തിനോട് നബി പറയുമ്പോ ഒട്ടകങ്ങളാണല്ലോ എപ്പോഴും അവരുടെ കൂട്ട്, അതാണല്ലോ അവരുടെ സ്വിഫ്റ്റ് കാറ്. അതുകൊണ്ട് തന്നെ അവരുടെ ലോറി അതന്നെയാണ്, ഒട്ടകാണ്. അതുകൊണ്ട് ഒട്ടകത്തിന്റെ സ്ഥാനം അതാണ്. ജനസവിധത്തിൽ, ജനങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളൊരു നന്മ ചെയ്യുമ്പോ നിങ്ങൾ എല്ലാവരെയും ഒട്ടക പോലെ കണക്കാക്കണം. നമ്മളെ നാട്ടിൽ നിന്ന് പറയുമ്പോ പോത്ത് എന്ന് പറയാൻ നല്ലത്. ഇബാദത്ത് ചെയ്യുന്ന നേരത്ത് ജനങ്ങളുണ്ടോ? ജനങ്ങളൊക്കെ പോത്തായി കാണണം. ഉസ്താദെ, ഞാൻ അല്ലെങ്കിലും ജനങ്ങളൊക്കെ പോത്തായിട്ട് തന്നെ കാണല്. ഞാൻ തന്നെയല്ല മഹാൻ, ജനൊക്കെ പോത്താണ്, അങ്ങനെ ഞാൻ കാണലുണ്ട്. മുത്തുനബിന്റെ ആ ഹദീസ് അനുസരിച്ച എന്റെ മൈൻഡ്. വ്യക്തിത്വത്തിന്റെ വിഷയത്തിൽ ഒരു മനുഷ്യനും പോത്തായി കാണാൻ പാടില്ല. അത് അല്ലാഹ് പോലും ബഹുമാനിച്ചതാ മനുഷ്യനെ. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെയൊക്കെ നാം ബഹുമാനിച്ചിട്ടുണ്ട്. അത് മുഹമ്മദായാലും വേലായുധനാണെങ്കിലും ജോസഫ് മാപ്പിളയാണെങ്കിലും ശരി, മനുഷ്യൻ എന്ന നിലക്ക് അല്ലാഹ് ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവൻ പോയാൽ ശവാവൂലാന്ന് ഇമാം ഷാഫി റഹിമഹുല്ല, നജസാകൂല എന്നൊക്കെ പറഞ്ഞു. ഏത് കാഫിറിന്റെ ജനാസയാണെങ്കിലും ശരി, അത് മനുഷ്യൻ അല്ലാഹ് ആദരിച്ചതാ. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് പോത്തായി കാണാൻ പാടില്ല. അത് ആദരവർഹിക്കുന്നു, ബഹുമാനമർഹിക്കുന്നു. ജൂതന്റെ ജനാസ, ജൂതന്റെ ഡെഡ് ബോഡി കണ്ട് എണീറ്റ് നിന്ന നേതാവാണ് നമ്മുടെ നേതാവ്. പോത്തായി കാണേണ്ടത് എവിടെയാണ്? പോത്തായി കാണേണ്ടത് നല്ലത് ചെയ്യുമ്പോ പോത്തായി കാണുക. ഞാൻ ഓതുകയാണ്, കുറെ പോത്തുകൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ അവിടെ സ്വരം നന്നാക്കൂല. ഞാൻ സ്വതക്ക കൊടുക്കുകയാണ്, പോക്കറ്റിൽ ഇങ്ങനെ തപ്പുകയാണ്. കുറെ പോത്തുകൾ ഇടയെന്നാണ് സ്വതക്ക. പാവപ്പെട്ട ഫക്കീറായ സലീമിന് കൊടുക്കാൻ വേണ്ടി തപ്പുന്നത്. പോത്തുകൾ ചുറ്റുപാത്തുണ്ട്, അവിടെ കനം കൂടൂല, പോത്ത് കാണട്ടെ എന്ന് കരുതിയിട്ട്. ഈ നിലക്ക് മനുഷ്യരെ കണക്കാക്കണം. അത് കണക്കാക്കുമ്പോഴാണ് നിന്റെ ഈമാനിൽ നീ പാസ് മാർക്ക് മേടിക്കുള്ളൂ.
സൽക്കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് ജനങ്ങളുണ്ടെങ്കിൽ അവരെ പോത്തിനെ പോലെ കണക്കാക്കണം. പോത്ത് നേതാവുണ്ടാകുമ്പോ ഈ കർമ്മങ്ങളിൽ എന്തെങ്കിലും ഏറ്റക്കുറിച്ചിൽ വരുത്തുവോ? പോത്തുകൾ ഉള്ളത് കൊണ്ട് നന്നാക്കുവോ? ഇല്ലാത്തത് കൊണ്ട് മോശാക്കുവോ? ഇല്ലല്ലോ. ഇതുപോലെ ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ ലം യഖ്ശ ലൗമത ലായിമിൻ ഫീ ദിൽ ഉലാ. ഇങ്ങനെ കണക്കാക്കുമ്പോ ജനങ്ങളുടെ പ്രശംസയും വിമർശനവും രണ്ടും തുല്യായിരിക്കും. രണ്ടും ബറാബർ. അവര് പ്രശംസിച്ചാലും പൊങ്ങൂല, അവര് വിമർശിച്ചവൻ താകാനും നിൽക്കൂല. അള്ളാന്റെ അടിമ നിൽക്കുന്നോടത്ത് നിൽക്കും. ഇന്നിപ്പോ വലിയ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കല്ലേ, ജനങ്ങളെ കൊണ്ട് മോശം എന്ന് പറയിപ്പിക്കല്ലേ. ഒരു തള്ള മോന് പറഞ്ഞു കൊടുക്കണത് അതാ, ഒരു ഒസ്താദ് കുട്ടിനോട് പറയുന്നത് അതാ, മദ്രസയിൽ വന്ന കുട്ടിനോട് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്, കമ്മിറ്റിക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. പോയി ശിർക്കായി, കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ഫയകൂനു മദ്ഹുഹും വദമ്മുഹും സവാ. അവരുടെ പ്രശംസയും അവരുടെ വിമർശനവും സവാ. രണ്ടും കണക്കാ. രണ്ട് കേട്ടാലും ഒരു ഫീലിംഗും ഇല്ല. ലം യഖ്ശ ലൗമത ലായിമിൻ ഫീ ദിൽ ഉലാ. ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും ഇയാള് മൈൻഡ് ചെയ്യൂല. മൈൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ദീനുൽ ഇസ്ലാം ഉണ്ടാവുക കൂട്ടരെ? മക്കത്ത് ഈ തൗഹീദിന്റെ വെളിച്ചം അടിക്കാൻ തുടങ്ങിയില്ലേ അവിടെ വിമർശനം? ആ വിമർശനം കേട്ടിട്ട് മുത്ത് റസൂല് പിന്മാറിയിരുന്നെങ്കിൽ ലോകത്ത് ഇസ്ലാം ഉണ്ടാവുമോ? ഒരാക്ഷേപകന്റെ ആക്ഷേപവും മൈൻഡ് ചെയ്യൂല. പിന്നെ ആര്? ഈമാനിൽ പാസ് മാർക്ക് വാങ്ങിയ ആള്. എന്നിട്ട് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളൊരു ഉപദേശം, ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിനി മൻസിലാ ഇൻ കുൻത തത്ലുബു ഇൻദ നാസിൻ മൻസിലാ. നീ കാരുണ്യവാനായ മുഹൈമിനായ അങ്ങേറ്റത്ത ദയയും കൃപയും പകർന്നു തരുന്ന അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനവും പ്രതീക്ഷിക്കണ്ട മോനെ, മോളെ. മൻസില, നിന്റെ നാട്ടുകാരുടെ ഇടയിൽ, നിന്റെ കുടുംബത്തിന്റെ ഇടയിൽ നിനക്കൊരു സ്ഥാനം നിന്റെ നന്മ കൊണ്ട് നീ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പടച്ച റബ്ബിങ്കൽ ഒരു മാർക്കും നീ പ്രതീക്ഷിക്കണ്ട മോനെ. എന്നുവെച്ചാൽ ഇവരെ മാർക്ക് നീ തിരിഞ്ഞു നോക്കാൻ പാടില്ല. ആരെ മാർക്ക്? ദുന്യാവിലെ ജനങ്ങളെ മാർക്ക്. അത് നീ നോക്കിയിട്ടുണ്ടോ? മുഹൈമിനായ റബ്ബിന്റെ അടുക്കൽ അര മാർക്ക് പോലും നിനക്ക് കിട്ടൂല മോനെ, സൂക്ഷിച്ചോ. എപ്പോഴാണ് ഇഖ്ലാസ് നഷ്ടാകുക? നമ്മുടെ നിയ്യത്തിൽ ഭൗതിക കലർപ്പ് വരുമ്പോ, പുഴുക്കുത്ത് വരുമ്പോ. ഇമ്മാ മിനർ റിയാഇ ഔ മിൻ ഗൈരിഹി മിൻ ഹുദൂദിൻ നഫ്സി. ഒന്നുകിൽ കപടഭക്തി, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് വേണമെന്നില്ല. ഇഖ്ലാസ് തകർന്നു പോകാൻ, ഇഖ്ലാസ് നഷ്ടമായി പോകാൻ കപടഭക്തി വേണമെന്നൊന്നുമില്ല. ഔ മിൻ ഗൈരിഹി മിൻ ഹുദൂദിൻ നഫ്സി. മനസ്സ് താല്പര്യപ്പെടുന്ന, മനുഷ്യ പ്രകൃതം താല്പര്യപ്പെടുന്ന ഭൗതികമായ കാര്യങ്ങൾ ആ നിയ്യത്തിൽ എവിടെയെങ്കിലും കൂടിക്കലർന്നാൽ ഇഖ്ലാസ് പൊട്ടി. മനസ്സിലായില്ല? ഒരു ഉദാഹരണത്തിലൂടെ, ചില ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാവും. എപ്പോഴാ ഉസ്താദെ ഇഖ്ലാസ് പോകുക? എന്റേത് പോകുന്നുണ്ടോ, നിലനിൽക്കുന്നുണ്ടോ അറിയണ്ടേ? ഈ ജുമയ്ക്ക് വന്നത് പ്രതിഫലാർഹമാകണ്ടേ? നമ്മുടെ ജീവിതം അല്ലാഹ് പൊരുത്തപ്പെടണ്ടേ? അതിനെന്താ? ഇഖ്ലാസ് പൊട്ടിയിട്ടുണ്ടോ, ക്ലിയർ ആയിട്ടുണ്ടോ പരിശോധിക്കണ്ടേ? ഉദാഹരണത്തിലൂടെ അറിയാം. മിസാലു ദാലിക, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. യസൂമ ലിയന്തഫിഅ ബിൽ ഹമിയത്തിൽ ഹാസിലതി ബിസൗമി മഅ ഖസ്ദി തഖർറുബി ഇലല്ലാഹ്. ഒരാൾ സുന്നത്ത് നോമ്പ് പിടിക്കുകയാണ്. സുന്നത്ത് നോമ്പ് പിടിച്ചപ്പോൾ എന്താണ് നിയ്യത്ത്? ആരോഗ്യമുള്ള കാലത്തൊന്നും ഇയാൾ സുന്നത്ത് നോമ്പ് പിടിച്ചിട്ടില്ല. ഇപ്പൊ ഇയാൾ സുന്നത്ത് നോമ്പ് പിടിക്കുന്നുണ്ട്. എന്തിന്? നോമ്പിലൂടെയുള്ള ഉപവാസം, ഭക്ഷണ നിയന്ത്രണം, ആ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ ആരോഗ്യ സംരക്ഷണം എന്ന നിയ്യത്ത്. അള്ളാന്റെ കൂലിയും കിട്ടട്ടെ. ഒന്നാമതേതാണ്? ഇയാൾ ആരോഗ്യമുള്ള സമയത്ത് ഒറ്റ സുന്നത്ത് നോമ്പ്, അറഫ നോമ്പ് പോലും പിടിക്കാറുണ്ടായിരുന്നില്ല. ശരീരത്തിൽ കൊഴുപ്പ് വന്നടിഞ്ഞ് ആകെ ഫാറ്റ് വന്ന്
ബുദ്ധിമുട്ടിച്ചപ്പോ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇപ്പോക്ക് പോയാൽ ഹാർട്ട് അറ്റാക്കായി തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ഇക്കാക്ക സുന്നത്ത് നോമ്പായ സുന്നത്ത് നോമ്പൊക്കെ പിടുത്തം തുടങ്ങി. വ്യാഴാഴ്ച സുന്നത്ത്, തിങ്കളാഴ്ച സുന്നത്ത്, അയ്യാമുൽ ബീളിന്റെ, കർത്തവാവിന്റെ, വെളുത്തവാവിന്റെ അടക്കി സുന്നത്ത് നോമ്പാണ് പിടി തുടങ്ങി. എന്തിനാ സുന്നത്ത് നോമ്പ് പിടിച്ചത്? ആരോഗ്യ സംരക്ഷണത്തിന്. അള്ളാന്റെ കൂലിയും കിട്ടട്ടെ. രണ്ടാമത് അപ്പൊ അവിടെ നിയ്യത്തിൽ മർമ്മപ്രധാനമായി മുഴച്ചു നിൽക്കുന്നത് ആരോഗ്യ സംരക്ഷണമാണ്. അത് ഭൗതികമായ ഒരു താല്പര്യമാണ്. അത് ദുന്യാവിന്റെ കേസ്. അവിടെ കുറച്ചാലും ചെയ്യും. ആർക്കാ ഇപ്പൊ മണ്ണിന്റെ അടിയിൽ പോകാൻ താല്പര്യമുള്ളത്? 75 വയസ്സായ തന്തിയും പറയണത് നടുവിന് ചെറിയൊരു കുഴപ്പമുണ്ട്, ആശുപത്രി പോയി നോക്കുക. താഴേക്കാണ് പോണ ചിന്ത. അത് സമ്മതിക്കാൻ പറ്റൂല, ചിന്തിക്കാനും പറ്റൂല, പോകാൻ തയ്യാറുമല്ല അല്ലേ? അപ്പൊ ഈ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള ആയപ്പോ അപ്പണ് ഇഖ്ലാസ് മൂത്തു, അപ്പണ് ഭക്തിയാണ് വന്നു. പിന്നെ സുന്നത്ത് നോമ്പോട് സുന്നത്ത് നോമ്പ്. ഇത് ഇഖ്ലാസ് പൊളിഞ്ഞു. നീ രണ്ടും ബറാബറാണ്. പഠിച്ചോന്റെ കൂലി അതേപോലെ തന്നെ എന്റെ ആരോഗ്യം രണ്ടും തുല്യാണെങ്കിലോ ആ നിയ്യത്തിൽ ചെളി കലർന്നു. ഇഖ്ലാസ് പൊട്ടി എന്നാ ഈ പറയുന്നത്. ഔ സ്വാമ അല്ലെങ്കിൽ നോമ്പ് നോറ്റു. എന്തിന്? ഇതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കാത് മുളച്ചിട്ട് കേട്ടിട്ടുണ്ടാവില്ല. എന്നാ കേട്ടോ. ഇഖ്ലാസ് പൊട്ടാനുള്ള രണ്ടാമത്തെ കാരണം നോമ്പ് പിടിച്ചു. എന്താ നോമ്പ് പിടിച്ചത്? എന്ത് കാരണത്താലാണ്? ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിലുള്ള പ്രയാസം, അത് കഴിക്കാൻ പോകുന്നതിലുള്ള ഒഴിവ് കുറവ്. കിട്ടിയവൻ പറഞ്ഞു മോളെ ഞാന് ബാംഗ്ലൂർ വരെ ഒന്ന് പോവാണ്. എപ്പോ? നാളെ പുലർച്ചെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, ബാംഗ്ലൂർ പോവാണ്, രാത്രി എത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കച്ചവടത്തിന് പോവുകയാണ്, പകല് വീട്ടിലുണ്ടാവില്ല എന്ന് വീട്ടുകാരൻ പറഞ്ഞപ്പോ അവളാണ് തീരുമാനിച്ചു. എന്നാ പിന്നെ ഞാൻ ഇനി അടുക്കളയിൽ കെട്ടിമറിയാൻ നിൽക്കണ്ട, ഇരിക്കണം നോമ്പായിക്കോട്ടെ. എന്തിനാ നോമ്പായിക്കോട്ടെ എന്ന് പറഞ്ഞത്? ഭക്ഷണം ഉണ്ടാക്കാനുള്ള മടി. അല്ല അതൊക്കെ കാണും. നിന്റെ ഈ വക വേഷം കെട്ട് ഉള്ളിലിരിപ്പൊക്കെ പഠിച്ചോൻ കാണും. സുന്നത്ത് നോമ്പല്ലേ, കിട്ടിയോനെ ഏതായാലും ഇല്ലല്ലോ, എന്നാ പിന്നെ ഫുഡ് ഉണ്ടാക്കണ്ട, ഒരു മടി ആദ്യം ഉണ്ട് ഉണ്ടാക്കാൻ. നോമ്പായിക്കോട്ടെ, കിടക്കട്ടാണ് നോമ്പ്. അല്ലെങ്കിൽ പിന്നെ സീസൺ കച്ചവടമാണ്, ഫുഡ് കഴിക്കാൻ പോകാൻ സമയം കിട്ടണ്ടേ? പെരുന്നാളൊക്കെ വരുമ്പോ ചില സീസൺ കച്ചവടക്കാർ കണ്ടിട്ടില്ലേ, വീട്ടിൽ ഒന്നിനും നേരം കിട്ടില്ല, അവിടെ കിടന്ന് തിരിയാ. ഫുഡ് കഴിക്കാൻ 4 മണി, എന്തേ ഇതുവരെ കഴിച്ചിട്ടില്ല. ഏതായാലും ഫുഡ് കഴിക്കാൻ പറ്റില്ല, കിടക്കട്ടെ, അള്ളാന്റെ മാർഗത്തിൽ ഒരു സുന്നത്ത് നോമ്പ്. ഇഖ്ലാസ് ഇല്ല. മൊയ്ലിയർ ആരെങ്കിലും നോമ്പ് പിടിക്കണമൊക്കെ അല്ലാണ്ടാക്കുമല്ലോ. എനിക്കിപ്പോൾ എന്താ, നിങ്ങൾ എങ്ങനെയെങ്കിലും നോമ്പ് പിടിക്കണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നത്. നിങ്ങൾ നോമ്പ് പിടിക്കണുണ്ടോ? അള്ളാന്റെ പൊരുത്തം അതുകൊണ്ട് കിട്ടണം, മാർക്ക് കിട്ടണം. ഇല്ലാത്ത ഈ ഇടപാട് എന്തിനാ വെറുതെ പട്ടിണി, ദാഹം സഹിച്ച് പട്ടിണി ഇടതിൽ എന്ത് കാര്യമുണ്ട് അല്ലേ? ഈ നോമ്പിന് പ്രതിഫലം ഇല്ല. ഇത് ഇഖ്ലാസ് ഇല്ലതിനകത്ത്. ഇനിയിപ്പോ ഓരോന്നും ഇമാമികൾ പറയുന്നുണ്ട്. ഔ യഹുജ്ജ, അല്ലെങ്കിൽ ഹജ്ജിന് പോവുക. അവന്റെ നുസ്ഹത്ത്, അവന്റെ വിനോദം. എന്തിനാ ഹജ്ജിന് പോണത്? അള്ളാന്റെ അടുത്ത് കൂലിട്ടൂലേ, എന്റെ ബാധ്യതയല്ലേ. കൂട്ടത്തിലൊരു ടൂറും ആയല്ലോ. ടൂറ് ഇപ്പൊക്കെ വെക്കേഷൻ വന്നാല് ഫാമിലി സഹിതം ഉംറക്ക് ടൂർ അടിക്കല. പണ്ട് കൊടൈക്കനാലിലും ഊട്ടിയിലും മൈസൂരൊക്കെ പോയിന്ന് പകരം ഇപ്പൊ ഉംറക്കണ്ട് ടൂർ അടിക്കല. അള്ളാന്റെ കൂലി ആഗ്രഹമുണ്ട്, കൂടെ ഒരു ടൂറും പൊട്ടി. ഇഖ്ലാസ് പൊട്ടിപ്പോയി എന്നാ പറയുന്നത്. അങ്ങനെ ഉണ്ടാവോ? ഉണ്ട്. നബി തങ്ങൾ ഇത് 14 നൂറ്റാണ്ട് മുമ്പ് പ്രവചിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് ലോകാവസാനത്തിന്റെ അടുത്ത കാലത്തൊക്കെ നടക്കുന്ന ഹജ്ജ് ഉംറയും. ഇദാ കാന ആഖിറുസ്സമാൻ, ലോകാവസാനം അടുത്തു വന്നാൽ, ഖറജന്നാസു ഇലൽ ഹജ്ജി, ജനങ്ങൾ ഹജ്ജിനും ഉംറക്കും പോകുന്നത് 4 അസ്നാഫ്, 4 ഗ്രൂപ്പ് മാത്രമാണ് ഹജ്ജിന് പോവുക. അല്ലല്ലോ ഉസ്താദെ, കുറെ ഗ്രൂപ്പ് ഉണ്ടല്ലോ നാട്ടില്. എല്ലാ ഗ്രൂപ്പും പരിശോധിച്ചാൽ 4 ഗ്രൂപ്പ് ഉണ്ടാവും. അതന്നെ ഖറജന്നാസു ഇലൽ ഹജ്ജി 4 അസ്നാഫ്. മൊത്തം ഹാജിമാരെ ഹജ്ജുമ്മമാരെ നോക്കിയാൽ 4 ഗ്രൂപ്പ് ഉണ്ടാവും. അവരുടെ കൂട്ടത്തിലെ ഭരണാധികാരികൾ, രാജാക്കന്മാർ ഹജ്ജിന് പോകുന്നതിന് നുസ്ഹത്തി, വിനോദത്തിനാണ്. ഗവൺമെന്റ് പ്രതിനിധി എന്നുള്ള നിലക്ക് വന്നിറങ്ങാ, നല്ല കെയറിംഗ് ഒക്കെ കിട്ടും, രാജകീയ കൊട്ടാരം അതൊക്കെ കിട്ടും. അങ്ങനെ ഭരണാധികാരികൾ കണ്ടിട്ടില്ലേ? MP-മാരൊക്കെ ഇവിടുന്ന് പോയ MP-മാരും മന്ത്രിമാരും കഅബന്റെ ഉള്ളിന്നല്ലേ നിസ്കരിച്ചത്. ആ സാഹിബ് നമുക്ക് ചാൻസ് കിട്ടിയോ? ഇതേത് പോക്കാ പോയത്? ഇത് നുസ്ഹത്തിന് പോയതാ. എന്നിട്ട് 4 ഫോട്ടോ എടുപ്പിക്കും. ഞാൻ കഅബന്റെ ഉള്ളത്ത് അകത്തേക്ക് കയറുന്നുണ്ട്, ഫോട്ടോ എടുത്തോ, ലോകാകെ കാണട്ടെ. 10 പൈസക്കില്ലത്.
10 പൈസക്കില്ലത്. അതന്നെ സലാത്തീനുഹും അവരുടെ അധികാരി വർഗം പോകുന്നത് ലിന്നുസ്ഹത്തി വിനോദായിട്ട് ടൂറായിട്ട് പോകും. വഅഗ്നിയാഉഹും അവരുടെ സമ്പന്നന്മാർ അക്കാലത്തെ സമ്പന്നന്മാർ ഹജ്ജിനും ഉംറക്കും പോകുന്നത് ലിത്തിജാറ. നാട്ടിലൊന്നും ഇടപാടൊന്നും അത്ര മെച്ചല്ല, വണ്ടി കച്ചവടമൊക്കെ മോശമാണ്, അവിടെ വല്ലതും നടക്കുവോ? ആ പോണ പോക്കിലൊന്നും നോക്കി നാട്ടിൽ വന്ന് വിസ ശരിയാക്കി പോയാൽ മതിയല്ലോ. അങ്ങനെ സമ്പന്നന്മാർ ബിസിനസ് മൈൻഡുമായി പോകും. വഫുഖറാഉഹും അവരുടെ ദരിദ്രന്മാർ അവർ യാചിക്കാൻ വേണ്ടി പോകും. ലിൽ മസ്അലതി എന്ന് നബി തങ്ങൾ പറയാൻ. എന്തൊക്കെ ഈ ഭിക്ഷയാചന നിരോധിക്കാൻ സൗദി ഗവൺമെന്റ് ശ്രമിച്ചാലും പോയവർക്കറിയാം, ഉംറക്ക് പോയവർക്കും ഹജ്ജിന് പോയവർക്കൊക്കെ അറിയാം എത്ര ഭിക്ഷക്കാരാണ് അവിടെ ഉള്ളത്. പാവങ്ങൾ ആ മണ്ണിൽ വരുന്നത് യാചിക്കാനും വരും. വഖുറാഉഹും ആ കാലത്തെ പണ്ഡിതന്മാർ വരുന്നത് ലിസുംഅതി പേരിന് വേണ്ടി. ഇപ്പൊ ശിഹാബുദ്ദീൻ അമ്മയും ബാപ്പി എനിക്കിട്ട പേര്. ഒരു വാലുണ്ട് ഫൈസി, അത് പഠിച്ചതിന്റെ വാലാണ്. അപ്പൊ ഒടുവിന് ശിഹാബുദ്ദീൻ ആജിയും ചേർക്കാൻ പറ്റാത്തപ്പോ ശിഹാബുദ്ദീൻ ഫൈസി. ഓ എന്തോ ഒരു സുഖം, ആ സുഖം ഉണ്ടാവും, അതിന്റെ അപ്പുറത്തൊന്നും ഉണ്ടാവില്ല. പേരിന് വേണ്ടി, പേരിന് വേണ്ടി, അതന്നെ പേരിന് വേണ്ടി. അവരിലെ പണ്ഡിതന്മാർ ബോധമുള്ളവർ ലിസുംഅതി പേരിന് വേണ്ടി. ഈ ഹാജി എന്നുള്ള പ്രയോഗമൊക്കെ പിൽക്കാലത്ത് വന്ന ബിദ്അത്താ. ഇത് ഇസ്ലാമിന്റെ ഭാഗമാണെങ്കിൽ അബൂബക്കർ ഹാജി റളിയല്ലാഹു അൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഹാജി റളിയല്ലാഹു അൻ, അലിയാർ തങ്ങൾ ഹാജി റളിയല്ലാഹു ഉണ്ടോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? മുത്തുറസൂലിന്റെ കൂടെ ഹാജി എന്നുള്ള വാലില്ല. ഉണ്ടോ? സഹാബത്തിനുണ്ടോ? അതിന് ശേഷം വന്ന സുഫിയാനു സൗരി ഹാജി ഇല്ലല്ലോ, ഇക്രിമ ഹാജി ഇല്ലല്ലോ, മുജാഹിദ് ഹാജി ഇല്ലല്ലോ, അവർക്ക് താബിഈങ്ങളാണ്. ഹസൻ ബസരി ഹാജി ഇല്ലല്ലോ. സഹാബത്തിനും താബിഈങ്ങൾക്കൊന്നും ഈ വാലില്ല. നമ്മളെ നാട്ടിലിപ്പത് അതൊരു ആദത്ത്, ഒരു സമ്പ്രദായം എന്നുള്ള നിലക്ക് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഇന്ന് തൊട്ട് വിളി നിർത്തണം എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഞാൻ എൻ്റെ പേര് ഹാജി എന്നാണ് എഴുതിയിട്ട് അതങ്ങോട്ട് പരസ്യപ്പെടുത്തിയിട്ട് സുഖം ഉണ്ടല്ലോ, ഉള്ളിലൊരു സുഖം, അത് വേണ്ട. നാട്ടുകാർ വിളിച്ചോട്ടെ, നമ്മുടെ നാട്ടിലൊരു ആദത്ത്, ഒരു സമ്പ്രദായം എന്നുള്ള നിലക്ക് വിളിച്ചോട്ടെ എന്നല്ലാതെ നമ്മൾ തന്നെ നമ്മളെ പേരിന് വാല് ചേർക്കുക വേണ്ട. ഹാജി എന്ന് പറഞ്ഞാൽ ബിൽഫീൽ ഹാജിക്ക ഹാജി എന്ന് പറയാം. മക്കത്ത് ആ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് ഹാജിയും അത് നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിമത്തായ പെണ്ണ് ഹാജയുമാണ്. കഴിഞ്ഞു വന്നാ കഴിഞ്ഞു. ഇവിടുന്ന് ഇപ്പൊ ജുമാ കഴിഞ്ഞ് നിസ്കരിച്ച് വീട്ടിൽ ചെന്നപ്പോ മുസല്ലിയെ നിസ്കരിക്കണ ആളെയാന്ന് കെട്ടിയോട് വിളിക്കുവോ? ആ ഇടപാട് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതോടുകൂടി കഴിഞ്ഞല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം 4 ഗ്രൂപ്പേ ഹജ്ജിന് പോവുള്ളൂ. പേരിനോ കച്ചവടത്തിനോ യാചനക്കോ അല്ലെങ്കിൽ ഒരു ടൂറായിട്ടോ ഒക്കെ പോകുള്ളൂ. നീ അള്ളാന്റെ പൊരുത്തും കൂലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ 4 ചിന്തയിൽ ഏതെങ്കിലും ചിന്ത അതിന്റെ ചളി പുരട്ടിയിട്ടുണ്ടാവും ആ നിയത്തില്. അതോടുകൂടെ ഇഖ്ലാസ് പൊട്ടി, കഥ കഴിഞ്ഞു. ഔലി യതഖല്ലസ മിൻ ശർരി അദുവിഹി. അല്ലെങ്കിൽ ഹജ്ജിനോ ഉംറക്കോ പോകുന്നത് എന്തിനാ? നാട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്, കേസുണ്ട്, കൊട്ടേഷൻ പാർട്ടി പിന്നാലുണ്ട്. ഇപ്പൊ നാട്ടിൽ നിന്നാ ബുദ്ധിമുട്ടാണ്, ഒന്ന് മാറലാണ് നല്ലതെന്ന് ചില ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ പറഞ്ഞപ്പോൾ ഒരു 40 ദിവസമാണ് മാറി നിന്നാൽ വരുമ്പോഴേക്ക് കോംപ്രമൈസ് ആക്കാ. അല്ലെങ്കിൽ 15 ദിവസം ഉംറക്ക് പോയാൽ ആ പ്രശ്നമൊക്കെ സോൾവ് ആവുമ്പോൾ തിരിച്ചു വരാ. ഇല്ല, ശരിയായില്ല. ഈ കമ്പനിയിലും കടയിലും ഓഫീസിലും നിന്നിട്ട് മടുത്തു. ഒരു 15 ദിവസം ലീവ് എടുത്തിട്ടാണ് ഉംറക്ക് പോവുക. ഒരു റീഫ്രഷ്മെന്റ്, ഒരു റീഫ്രഷ് ആയി കിട്ടുമല്ലോ, അതുകൊണ്ട് അങ്ങനെ പോവാൻ. പൊട്ടി, ഇഖ്ലാസ് പൊട്ടി, കിട്ടൂല. ഔ യുസല്ലി ബില്ലൈലി വലഹു വറളുൻ ഫീ ദഫഇൻ നുആസി അൻ നഫ്സിഹി. നൈറ്റ് ഡ്യൂട്ടിയാണ് ആൾക്ക്, വാച്ച്മാന്റെ പണിയാണ്, പാറാവാണ്, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത എന്തോ ഡ്യൂട്ടിയിലാണ്. അപ്പൊ ഉറക്കം വരാതിരിക്കാൻ ഇടക്കിടക്ക് ഒതുണ്ടാക്കുക, സുന്നത്ത് നിസ്കരിക്കുക, ഒതുണ്ടാക്കുക, സുന്നത്ത് നിസ്കരിക്കുക. എന്തിന്? നൈറ്റ് ഡ്യൂട്ടിയാണ്, ഉറക്കം വരാതിരിക്കാനേ. ഇതൊക്കെ ഇഖ്ലാസ് പൊട്ടുന്ന കാര്യങ്ങളാണ്. ഔ യഊദ മരീളൻ, ഒരുപാട് വിശദീകരിച്ചേണ്ട ക്ലാസ്സാണ്, ഞാൻ ചുരുക്കി പറയാൻ. ഔ യഊദ മരീളൻ, അല്ലെങ്കിൽ രോഗിയെ സന്ദർശിക്കുക. എന്തിന്? ലിയുആദ ഇദാ മരീള, ഞാൻ കിടക്കുമ്പോൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കണ്ടേ, അതിന് അയലോക്കത്ത് സൂക്കേടാവുമ്പോ ഞാൻ പോകണ്ടേ. ഇതൊക്കെ സാധാരണ ചിന്തയാണ് നമ്മുടെ ചിന്ത, അല്ലേ? ഔ യുശിയ ജനാസത്തൻ, ഒരാൾ മരിച്ചു എന്ന് കേട്ടപ്പോ ആ മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കാളിയാകുക. എന്തിന്? ലിയുശിയ ജനായിസ അഹ്ലിഹി, അദ്രഹ്മാന്റെ ബാപ്പ മരിച്ചിട്ടുണ്ട്, പോണം പോണം പോണം. എന്താ പോണം പറയാൻ കാരണം? ഇവിടെ ഒരെണ്ണണ്ട് അടവ് തെറ്റി കിടക്കണേ, എപ്പോഴാ തട്ടിപ്പോണെന്ന് അറിയില്ല, ആരെങ്കിലും ഈ പടി കടന്നിങ്ങോട്ട് വരണ്ടേ, അതിന് നമ്മൾ അങ്ങോട്ടൊന്ന് പോകണ്ടേ, ഇല്ലേ? പറച്ചിൽ തന്നെ ഉണ്ട്. നീ പോണില്ല അങ്ങോട്ട്, വീട്ടുകാരി പറയും നിങ്ങൾ പോണില്ല അങ്ങോട്ട്, പോയില്ലെങ്കിൽ ആരും ഇവിടെ തിരിഞ്ഞു നോക്കൂലാട്ടോ, ഇവിടെ ഉണ്ട് ഒരെണ്ണം ഉമ്മ കിടക്കണുണ്ടല്ലേ. അത് ഈ ഒരു മൈൻഡ്,
ഇഖ്ലാസ് അല്ല. ഇതൊക്കെ മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ തമ്മിലുള്ള കടമ. അവങ്ങോട്ട് വന്നോ വന്നില്ലേ, വരുമോ വരില്ലയോ എൻ്റെ വിഷയമല്ല, ഞാൻ അങ്ങോട്ട് പോവാ. ഇതാ ഇഖ്ലാസ്. ഇതുപോലെ കല്യാണം ഉണ്ടാവുമ്പോൾ സഹകരിക്കുക. കല്യാണം ഉണ്ടാവുമ്പോൾ സഹകരിക്കുക എന്തിന്? എൻ്റെ മോക്കടെ കല്യാണം അടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അനിയൻ പിള്ളയുടെ കല്യാണം അടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചേട്ടൻ്റെ കല്യാണം, മോളെ കല്യാണം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കല്യാണം വരുന്നുണ്ട്. അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കണമെങ്കിൽ ഞാൻ അവിടെ നിന്ന് സജീവാകണ്ടേ? അങ്ങനെ പോയി. ഇഖ്ലാസ് അല്ല, ശിർക്കാണത്. നിന്റെ കാര്യം നടക്കാനുള്ള അമലാണത്. കവർ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ നമ്മളെ നാട്ടിലല്ലേ, പറഞ്ഞു വന്നാൽ അതും മുടങ്ങുമോ എന്നുള്ള പേടിയുള്ളതുകൊണ്ട് പറയാനും പേടിയുണ്ട്. പക്ഷെ അതിലും വേണ്ടേ നമുക്ക് ഇഖ്ലാസ്. കവർ കൊടുക്കുമ്പോ പേരെഴുതി കൊടുക്കും. നിയ്യത്ത് എന്താ? എനിക്കും തരണം, ഇത്രയോ ഇതിന്റെ മുകളിലോ തരണം. ഇതാ നിയ്യത്ത്. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് സ്വതക്കയാണോന്ന് മനസ്സിലായിട്ടില്ല, കടാണോന്ന് മനസ്സിലായിട്ടില്ല. സ്വതക്കയാണെങ്കിൽ തിരിച്ചു തരണം എന്ന് ചിന്ത പറ്റുമോ? പറ്റില്ല. ഒരാൾക്ക് ദാനം കൊടുക്കുമ്പോ നീ ഇതോ ഇതിന് സമാനമായതോ ഇതിനേക്കാളോ ഇങ്ങോട്ട് തിരിച്ചു തരണം എന്നുള്ള ഡിമാൻഡ്, ആ ഡിമാൻഡ് എഴുതി എഗ്രിമെന്റ് ആക്കൊന്നുമില്ല, മനസ്സിൽ അങ്ങനെ ഉണ്ടാവുമോ? സ്വതക്കയാണെങ്കിൽ സ്വതക്കന്റെ ഗണത്തിൽ ഇത് പെടുത്താൻ പറ്റൂല. കടാണോ അത്? 5000 രൂപ അല്ലെങ്കിൽ 500 രൂപ ഇത് കടമാകുന്നു. എൻ്റെ മോള് കല്യാണം ഉണ്ടാകുമ്പോൾ എനിക്കും തിരിച്ചു തരേണ്ടതാകുന്നു. എഴുതി വെക്കലുണ്ടോ? ഇല്ല. ഇത് കടുവല്ല, സ്വതക്കല്ല, ചോറുമല്ല, കഞ്ഞിയല്ല, ഒരു വക ചൊറിഞ്ഞിന്ന് പണ്ടാരോ പറഞ്ഞല്ലോ. ഇതേ അവസ്ഥയാണ് സത്യത്തിൽ ഇതിന്റെ. നിങ്ങൾ കൊടുത്തോ, പേര് എഴുതിയും കൊടുത്തോ, അതിനൊന്നും കുഴപ്പമില്ല. ഞാനും കൂട്ടുകാരാ നിന്റെ കല്യാണത്തിന് ഞാനും പങ്കാളിയായിട്ടുണ്ട്, നിന്നോടുള്ള സ്നേഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ പേര് എഴുതിയൊക്കെ കൊടുത്തോ. ഇനി നാളെ തൊട്ട് പേര് എഴുതൽ ശിർക്കാണെന്നൊന്നും പറയണ്ട. ആ പേര് എഴുതുമ്പോ തിരിച്ചു കിട്ടുക എന്നുള്ള കോലം. കടം കൊടുത്തോ, കടം വലിയ പുണ്യല്ലേ. സ്വതക്കനേക്കാൾ കൂലി അത്ര കടത്തിന്. നബി തങ്ങൾ പറയുന്നുണ്ട്, റഅയ്തു ലൈലത ഉസ്രിയ ബി, ഇസ്രായിന്റെ ആ യാത്ര ഇങ്ങനെ പോയല്ലേ ഞാൻ, സ്വർഗവും നരകമൊക്കെ കണ്ടല്ലോ. അപ്പൊ ഞാനൊരു കാഴ്ച കണ്ടു. റഅയ്തു അലാ ബാബിൽ ജന്നത്തി മക്തൂബൻ, സ്വർഗത്തിന്റെ ഡോറിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. നബി തങ്ങൾ പറയാണ്, സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെച്ചിരിക്കുന്നു. എന്താണ്? അസ്സദഖതു ബിഅശ്രി അംസാലിഹാ വൽ ഖർദു ബി18. നബി തങ്ങൾ പറയാ, ഇസ്രാ മിഅ്റാജ് പോയപ്പോ കണ്ട കാഴ്ച, സ്വർഗത്തിന്റെ ഡോറിൽ എഴുതി വെച്ചിരിക്കുന്നത് ദാനം 10 മടങ്ങ് പ്രതിഫലമാണ്. 1 രൂപ കൊടുത്താൽ 10 രൂപ അല്ലെങ്കിൽ 10 ഇരട്ടി പ്രതിഫലമാണ് അതിനുള്ളത്. വൽ ഖർദു, കടം കൊടുത്താൽ ബി18, 18 ഇരട്ടി കൂലിയാണ്. നബി തങ്ങൾ പറയാണ്, കുൽത്തു, ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ, ജിബ്രീലെ കൂടണ്ടല്ലോ, അവിടെയൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം കൂടണ്ടല്ലോ. യാ ജിബ്രീൽ ഫമാ ബാലുൽ ഖർലി, ഒന്ന് വെറുതെ കൊടുക്കുക സ്വതക്ക, ദാനം ചുമ്മാ കൊടുത്ത് ഒഴിവാക്കുകയാണ് തിരിച്ചു കിട്ടാത്ത വിധത്തില്. അതിന് 10 ഇരട്ടിയും, ഈ കടം കൊടുക്കുമ്പോ 18 ഇരട്ടിയും. ഇതെന്താ ജിബ്രീലെ എന്ന് ഞാൻ മുഖറബുൽ അംലാക്കായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോ ജിബ്രീൽ എന്നോട് പറഞ്ഞു, സ്വതക്ക പറ്റുന്നവൻ അത്യാവശ്യക്കാരനായിരിക്കണമെന്നില്ല. ലക്ഷങ്ങൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉള്ള മൊയ്ലേരും സ്വതക്ക വാങ്ങും, മൊയ്ലേർക്കും കൊടുക്കും സ്വതക്ക. ആവശ്യമില്ല, വെറുതെ കുന്നുകൂട്ടി വെക്കാനാണ്. എന്നാൽ വൽ മുസ്തഖരിദു, കടം തേടുന്ന ആള്, കടം ചോദിക്കുന്ന ആള്, ഇന്നമാ യസ്തഖരിദു ലിഹാജത്തിൻ, കുടുങ്ങിയിട്ടാണ് ചോദിക്കുന്നത്. ഉറപ്പായിട്ടും അത്യാവശ്യക്കാരനാണ് ആര്? കടം ചോദിക്കുന്ന ആള്. സ്വതക്ക കൊടുത്താൽ ഒരു പക്ഷേ ആ മനുഷ്യനത് നന്നായി ഉപകരിച്ചേക്കാം. അല്ലെങ്കിൽ നമ്മൾ കാഴ്ചയിൽ ആള് പച്ചപ്പാവായിരിക്കും, ഉണ്ടാകും. ഈ ഭിക്ഷക്കാരൊക്കെ ബാണ്ടക്കെട്ട് പരിശോധിച്ച് ലക്ഷങ്ങളും 10,000-ങ്ങളൊക്കെ പോലീസ് പിടിച്ചൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? നമ്മളെ കാഴ്ചയിൽ അവർ ഒന്നുമില്ല, അത്താഴപ്പട്ടിണിക്കാരനാ. പക്ഷെ അങ്ങനെയല്ല സത്യത്തിലുള്ളത്. ദാനം കൊടുക്കുമ്പോ അത് അത്യാവശ്യക്കാരനാകാം, ആകാതിരിക്കാം. എന്നാൽ കടം വാങ്ങുന്നത് തീർത്തും കുടുങ്ങിപ്പോയവനാണ്. അവനെ സഹായിച്ചാൽ 18 കൂലിയുണ്ട്. അതുകൊണ്ട് ഈ കവറിൽ 500 ഇട്ട് കൊടുക്കുന്നതോട് കൂടെ ഒരു 5000 വേറെ ഉണ്ടെങ്കിൽ ഇത് കടുവാണ് കാരണം കൊടുത്തോ കല്യാണത്തിന്. അപ്പൊ 10 കിട്ടിപ്പോയി, 28 ഇരട്ടി കൂലി കിട്ടി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള നിയ്യത്തുകൾ നമ്മുടെ സൽക്കർമ്മങ്ങളിൽ കലർന്നാൽ, ഇതിപ്പോ എന്ത് നിയ്യത്താ? ഭൗതികമായ കാര്യങ്ങൾ. അവന് കൊടുത്താൽ എനിക്കും കിട്ടണം, അവന് ചെയ്തു കൊടുത്താൽ എനിക്കും കിട്ടണം, അല്ലേ? അല്ലെങ്കിൽ തടി ഒന്ന് ക്ലിയർ ആകണം, അല്ലെങ്കിൽ മൂഡ് ഓഫ് ഒന്ന് മാറണം എന്നിത്യാദി ചിന്തകൾ നമ്മുടെ അമലുകളുടെ ലക്ഷ്യങ്ങളിൽ കലർന്നാൽ ഇഖ്ലാസ് പൊട്ടിപ്പോയി എന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച പറയാം. അല്ലാഹുവേ, നീ ഞങ്ങളുടെ കർമ്മങ്ങളെ നീ പൊരുത്തപ്പെടുന്ന തൃപ്തിപ്പെടുന്ന വിധത്തിൽ സംവിധാനിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ.